കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കേവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ഇഗ്നേത ഹോപ്പിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം വിശ്വാസത്തോടു കൂടിയുള്ള ഒരു ജീവിതത്തെ പറ്റിയാണ്. നമുക്ക് ചില വേദവാക്യങ്ങൾ വായിക്കാം. എബ്രായർ 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? 1 യോഹന്നാൻ 5:4. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. പലപ്പോഴും നമുക്ക് കാണാതെ വിശ്വസിക്കുവാൻ വലിയ പ്രയാസമാണ്. എബ്രായർ 11:1 ഇപ്രകാരം വായിക്കാം: വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. നാം എങ്ങനെയുള്ളവരാണ്? നാം നമ്മുടെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണോ? അതോ നമ്മൾ സംശയത്തോടെ ജീവിക്കുന്നവരാണോ? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. നമുക്ക് ഇവിടെ സുറോഫോയക്യ ജാതിയിലുള്ള ഒരു സ്ത്രീയുടെ വിശ്വാസം കാണാം. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകൾ ഉള്ള ഒരു സ്ത്രീ അവൻ്റെ വസ്തുത കേട്ടിട്ട് വന്ന് അവൻ്റെ കാൽക്കൽ വീണു. അവൾ സുറോഫോയക്യ ജാതിയിലുള്ള ഒരു യവന സ്ത്രീ ആയിരുന്നു. തൻ്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു. യേശു അവളോട്, മുൻപേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പം എടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അതേ കർത്താവേ, ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പനുറുക്കുകളെ തിന്നുന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവളോട്, ഈ വാക്ക് നിമിത്തം പോയിക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ വീട്ടിൽ വന്നാറെ മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ടു. യഥാർത്ഥ വിശ്വാസികൾ കാണാതെ തന്നെ വിശ്വസിക്കുന്നവരത്രേ. ഇവിടെ നാം വായിച്ച വേദഭാഗത്തിൽ ഈ യവന സ്ത്രീ യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് തൻ്റെ മകളുടെ സൗഖ്യത്തിനായി വന്നിരിക്കുന്നത് കാണാം. ഹൃദയവേദനയോടെ വന്നിരിക്കുന്ന ഒരു മാതാവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെ യേശുവിനെ പറ്റിയുള്ള വസ്തുത അവൾ കേട്ട് അറിയുവാനിടയായി. അവൾ ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടിയായിരിക്കാം യേശു കർത്താവിനെ തേടി വന്നത്. അവൾ ചിലപ്പോൾ പലരോടും അന്വേഷിച്ചു കാണും, എവിടെ ചെന്നാൽ ഈ കർത്താവിനെ ഒന്ന് കാണാം എന്ന്. കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികളൊക്കെ അവൾ കേട്ടിട്ടുണ്ട്. മനോവേദനയോടെ കുഞ്ഞിൻ്റെ സൗഖ്യത്തിനായി യേശു കർത്താവിനെ സമീപിച്ചിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു എന്താണ് പറഞ്ഞത്? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് ശരിയല്ല എന്ന്. ആ സ്ത്രീയുടെ താഴ്മ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അവർ താണു വീണ് ഈ കുഞ്ഞിൻ്റെ സൗഖ്യത്തിനായി കർത്താവിനോട് അപേക്ഷിക്കുന്നു. യേശു കർത്താവിന് ഈ കുഞ്ഞിനെ സൗഖ്യമാക്കുവാൻ സാധിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തിലായിരിക്കും ഈ സ്ത്രീ കടന്നു വന്നിരിക്കുന്നത്. അവൾ പിന്മാറാൻ തയ്യാറായില്ല. അവൾ സൗഖ്യം കൊണ്ടേ പോകൂ എന്ന രീതിയിൽ കർത്താവിനോട് അപേക്ഷിക്കുന്നു. അവളുടെ ആ വലിയ വിശ്വാസം കണ്ട് കർത്താവ് അവളോട് പറയുന്നു, നീ വിശ്വാസത്തോടെ പോയിക്കോ, നിന്റെ മകൾക്ക് സൗഖ്യം പ്രാപിച്ചിരിക്കുന്നുവെന്ന്. ആ സ്ത്രീ വിശ്വാസത്തോടെ കടന്നു പോകുവാനിടയായി. അവിടെ ചെന്നപ്പോൾ തൻ്റെ ചെറുമകളെ ഭൂതം വിട്ടുമാറിയവളായി കാണുവാൻ ഇടയായി. ആ സ്ത്രീയുടെ വിശ്വാസം
ഒരു യവന സ്ത്രീ, ഒരു ജാതീയ സ്ത്രീ അവരുടെ ആ അടിയുറച്ച വിശ്വാസത്തിൽ യേശുക്രിസ്തുവിനെ പറ്റി അവൾ കേട്ടിട്ടേ ഉള്ളൂ, അവൾ വിശ്വസിക്കുവാൻ തയ്യാറായി. അവളുടെ ഹൃദയം ആ സൗഖ്യത്തിനായി വാഞ്ചിച്ചു. അവളുടെ മകൾക്ക് സൗഖ്യം ലഭിക്കുവാൻ ഇടയായി. യേശുക്രിസ്തുവിൽ ഉള്ള വിശ്വാസമാണ് ആ സ്ത്രീയെ കർത്താവിനെ അനുസരിക്കുവാനും വിശ്വാസത്തോടെ കടന്നു പോകുവാനും പ്രേരിപ്പിച്ചത്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 37 വരെ വായിച്ചാൽ അവിടെ വിക്കനും ചെകിടനുമായ ഒരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. അവൻ വീണ്ടും സോരിന്റെ അതിർ വിട്ട് സീദോൻ വഴിയായി ദെക്കപ്പൊലി ദേശത്തിന്റെ നടുവിൽ കൂടി ഗലീല കടൽപ്പുറത്ത് വന്നു. അവിടെ അവർ വിക്കനായ ഒരു ചെകിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന്റെ മേൽ കൈവെക്കണം എന്ന് അപേക്ഷിച്ചു. അവൻ അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരലിട്ടു, തുപ്പി അവന്റെ നാവിനെ തൊട്ടു, സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ട് അവനോട് തുറന്നു വരിക എന്ന് അർത്ഥമുള്ള എഫഥ എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ ചെവി തുറന്നു, നാവിന്റെ കെട്ടും അഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. ഇത് ആരോടും പറയരുതെന്ന് അവരോട് കൽപ്പിച്ചു. എങ്കിലും അവൻ എത്ര കൽപ്പിച്ചുവോ അത്രയും അവർ പ്രസിദ്ധമാക്കി. അവൻ സകലവും നന്നായി ചെയ്തു. ചെകിടരെ കേൾക്കുമാറാക്കുന്നു, ഊമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞു അത്യന്തം വിസ്മയിച്ചു. കുറെ പേർ കൂടി വിക്കനായൊരു ചെകിടനെ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് കാണാം. അവരുടെ വിശ്വാസമാണ് ഈ രോഗിയെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ അവരെ പ്രേരിപ്പിച്ചത്. അവന് ഒരു പക്ഷാഭേദവുമില്ലായിരുന്നു. കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്ന ഓരോരുത്തരോടും കർത്താവിന് കരുണ തോന്നി. അവരുടെയൊക്കെ വിശ്വാസത്തെ അവൻ മാനിച്ചു. ഇവിടെ കാണാം, ആ ചെകിടനെ യേശുക്രിസ്തു പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൊണ്ടുപോയി. എത്ര കരുതലുള്ള കർത്താവ്! അവന്റെ നാവിന്റെ കെട്ടഴിഞ്ഞു, അവൻ സംസാരിക്കുവാൻ തുടങ്ങി, അവൻ പൂർണ്ണനായി മാറി. എന്താണ് കാരണം? യേശു കർത്താവിലുള്ള അടിയുറച്ച വിശ്വാസം. യേശുക്രിസ്തു സഞ്ചരിച്ചിടത്തൊക്കെയും അവൻ ശുശ്രൂഷിച്ചിടത്തൊക്കെയും അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. വിശ്വാസം അവിശ്വാസത്തെയും സംശയത്തെയും ഒക്കെ നശിപ്പിക്കുന്നതാണ്. സൗഖ്യത്തിലേക്കും ജയത്തിലേക്കും വിടുതലിലേക്കും ഒക്കെ നടത്തുന്നത് അത്രേ വിശ്വാസം. യഹോവ ദൈവമെന്ന് നാം വിശ്വസിക്കണം. അവൻ വാക്ക് മാറാത്തവനാണ്. അവൻ്റെ വായിൽ നിന്ന് ഒരു വാക്ക് വന്നാൽ ആ വാക്ക് അവൻ കൃത്യമായി പാലിക്കുന്നവനാണ്. അവൻ ജീവിക്കുന്ന ദൈവമാണ്. പൂർണ്ണ ഹൃദയത്തോടെ തന്നെ അന്വേഷിക്കുന്നവർ കണ്ടെത്തുന്ന ഒരു കർത്താവത്രേ കർത്താവായ യേശുക്രിസ്തു. വിശ്വസിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവം അത്രേ നമ്മളുടെ ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങൾ ഈ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുമോ? നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആഴം എന്താണ്? പ്രതികൂല സാഹചര്യങ്ങളിൽ, പ്രതിസന്ധികളിലൊക്കെ ആ വിശ്വാസം നിങ്ങൾക്ക് വിടുതലായി തീരുന്നുണ്ടോ? നേരത്തെ നാം വായിച്ചല്ലോ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നുവെന്ന്. ഒരിക്കൽ ഒരു ഭവനത്തിന് തീ പിടിക്കുവാനിടയായി. ആ ഭവനത്തിൻ്റെ 2ാമത്തെ നിലയിൽ അവരുടെ ഒരു ചെറിയ മകൻ ഉണ്ടായിരുന്നു. 5-6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടി. താഴത്തെ നിലയിൽ തീ ആളിക്കത്തി. ഒരു തരത്തിലും ആ പിതാവിന് മുകളിലേക്ക് കയറുവാൻ സാധിച്ചില്ല. അവിടെ മുഴുവൻ പുകയും തീയുമായി. അദ്ദേഹം ആ വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി നിന്ന്
ഉറക്കെ അലറി തൻ്റെ മകനെ വിളിച്ചു. അപ്പോൾ ആ കുഞ്ഞത് കേൾക്കുവാനിടയായി. ഈ പിതാവ് ആ മകനോട് താഴേക്ക് എടുത്തു ചാടുവാൻ ആവശ്യപ്പെടുന്നു. അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. മുകളിലേക്ക് കയറി പോകുവാൻ ശ്രമിച്ചാൽ താൻ കത്തി ചാമ്പലായി പോകും. തീയാളി കത്തുവാൻ തുടങ്ങി. ഈ പിതാവ് വീണ്ടും വീണ്ടും ഈ കുട്ടിയോട് ആവശ്യപ്പെടുന്നു, താഴേക്ക് എടുത്തു ചാട്, മകനെ നീ താഴേക്ക് എടുത്തു ചാട്. ആ കുട്ടി ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഡാഡി, തീ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ, എല്ലായിടവും പുകയാണ്, എനിക്ക് ഡാഡിയെ കാണാൻ സാധിക്കുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെ ചാടും? അപ്പോൾ ഈ പിതാവ് ആ കുട്ടിയോട് ഇപ്രകാരം ഉറക്കെ വിളിച്ചു പറയുന്നു, മകനെ, ഡാഡിക്ക് നിന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട്, അതുകൊണ്ട് ധൈര്യമായി എടുത്ത് ചാട്, നിന്നെ ഞാൻ കരങ്ങളിൽ താങ്ങിക്കൊള്ളാം എന്ന്. അങ്ങനെ ആ കുട്ടി തൻ്റെ പിതാവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ, തൻ്റെ പിതാവ് തന്നെ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ, ഭയത്തോടെയാണെങ്കിലും ആ കുട്ടി എടുത്ത് ചാടുവാൻ ഇടയായി. അല്പം ഒക്കെ പൊള്ളലോടുകൂടി ആ കുട്ടി രക്ഷപ്പെട്ടു, അവൻ മരിച്ചുപോയില്ല. എന്താണ് ആ കുട്ടിയെ ധൈര്യപ്പെടുത്തിയത്? തൻ്റെ പിതാവ് അവനെ കാണുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ. ആ തീനാളങ്ങളുടെ നടുവിൽ നിന്ന് പേടിച്ച് ഭയന്ന ആ കുട്ടിക്ക് തൻ്റെ പിതാവ് തന്നെ കാണുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ എടുത്തു ചാടുവാൻ അവൻ തയ്യാറായി. സഹോദര, സഹോദരി, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എത്ര വലിയതായാലും, എത്ര പൊള്ളുന്ന അവസ്ഥയായാലും, നീറുന്ന അവസ്ഥയിലായിരിക്കാം, രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഉള്ള അവസ്ഥയിലായിരിക്കാം, നിങ്ങൾക്ക് ആരോടും പറയുവാൻ കഴിയാത്ത വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടേക്കാം. നിങ്ങളെ വലയ്ക്കുന്ന, നിങ്ങളുടെ സമാധാനം കെടുത്തുന്ന, ഒരിക്കലും ഊരാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന കുഴഞ്ഞ പ്രശ്നങ്ങളുമായി കഴിയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, എന്നെ നിങ്ങളെയും കാണുന്ന ഒരു പിതാവ് നമുക്ക് സ്വർഗത്തിലുണ്ട്. ആ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമോ? അവൻ സകല പ്രശ്നങ്ങൾക്കും ഉത്തരമത്രേ. എൻ്റെ ജീവിതത്തിൽ വേദനാകരമായ പല അനുഭവങ്ങൾ കൂടെയും ഞാൻ കടന്നു പോയിട്ടുണ്ട്. അവിടെയെല്ലാം എന്നെ താങ്ങിയത് എൻ്റെ കർത്താവിൻ്റെ കരങ്ങളത്രേ. ഞാൻ താണുപോകാതെ അവൻ എന്നെ കരം പിടിച്ച് ഉയർത്തി. ഞാൻ തകർന്നു പോകാമായിരുന്ന സാഹചര്യങ്ങൾ അവൻ എന്നെ തൻ്റെ സ്നേഹത്താൽ പണിതു. ഇന്ന് ശ്രേഷ്ഠകരമായ അനുഭവത്തിൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. നമ്മളുടെ ദൈവം ജയാളിയത്രേ. നാം പ്രശ്നങ്ങളിൽ തളർന്നു പോകരുതേ, പ്രതികൂലങ്ങളിൽ നാം വാടിപ്പോകരുതേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവൻ നമുക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അവൻ നമുക്ക് വിടുതലായിരിക്കുന്നു. അവൻ നമുക്ക് നീതിയായിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ സംശയിക്കുന്നവരാണോ? നമുക്ക് വേണ്ടത് വിശ്വാസം അത്രേ. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവൻ നമ്മുടെ രക്ഷിതാവാണെന്ന്, നമ്മളുടെ പാപത്തിൻ്റെ കരകൾ മുഴുവൻ അവൻ തൻ്റെ പുണ്യാഹ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ചു എന്ന്, നമ്മളുടെ അകൃത്യങ്ങൾക്ക് അവൻ മറുവിലയായി ക്രൂശിൽ തന്നെത്താൻ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളത് വിശ്വസിക്കുന്നവരാണോ? വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. ദിവസം മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടു കൂടി അല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. എങ്ങനെ നമുക്ക് വിശ്വാസത്തിൽ മുന്നേറാം? നമുക്ക് ദൈവം തന്നിരിക്കുന്ന വളരെ വിലയേറിയ ഒരു സമ്മാനം അത്രേ ഈ വിശുദ്ധ വേദപുസ്തകം. ഇത് വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്താൽ എങ്ങനെ നമുക്ക് വിശ്വാസത്തിൽ മുന്നേറാമെന്നും വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാമെന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവവചനം നമ്മുടെ വിശ്വാസത്തെ വളർത്തുന്നത് അത്രേ. മനുഷ്യർ പലപ്പോഴും
പല വാഗ്ദാനങ്ങളും നമുക്ക് നൽകിയേക്കാം. അവർ പലപ്പോഴും അത് പാലിക്കാറില്ല. അങ്ങനെ പാലിക്കുന്നവരൊക്കെ വളരെ കുറവാണ്. ദൈവം അങ്ങനെയല്ല. ദൈവം നമ്മോടൊരു വാക്ക് പറഞ്ഞാൽ അവനത് നിവർത്തിക്കുക തന്നെ ചെയ്യും. നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരാണെങ്കിൽ നാമും മറ്റുള്ളവരോട് നമ്മളുടെ വാക്കുകൾ പാലിക്കുവാൻ ശ്രമിച്ചാൽ വളരെ നന്നായിരിക്കും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് സാധിക്കയില്ലായിരിക്കാം. പക്ഷെ ചില വ്യക്തികൾ വെറുതെ അന്നേരം എന്തെങ്കിലുമൊക്കെ പറയും, ഒരിക്കലും അത് പാലിക്കാറില്ല. നമുക്ക് മനുഷ്യനെ പരിപൂർണമായി വിശ്വസിക്കുവാൻ സാധിക്കുകയില്ല. അവർ എപ്പം വാക്കുമാറുമെന്ന് നമുക്ക് അറിയുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തെ നമുക്ക് പരിപൂർണമായി ആശ്രയിക്കാം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വചനങ്ങൾക്ക് മാറ്റമില്ല എന്ന്. ദൈവമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ യഥാർത്ഥ ഉറവിടം. അവൻ ഒരു വാക്കുകൊണ്ട് ആകാശത്തെയും ഭൂമിയെയും വിളിച്ച് വരുത്തിയവനാണ്. അവൻ വഴി ഇല്ലാത്ത ഇടങ്ങളിൽ പുതുവഴി വെട്ടി തുറക്കുന്നവനത്രേ. അവൻ അത്ഭുത മന്ത്രി അത്രേ. നമുക്ക് സൗഖ്യദായകനത്രേ. അവൻ സമാധാന പ്രഭു അത്രേ. അവൻ നമ്മളുടെ പ്രശ്നങ്ങൾക്ക് എല്ലാം ഉത്തരമത്രേ. ദൈവത്തിൻ്റെ ദൃശ്യമായ വെളിപ്പാടത്രേ യേശുക്രിസ്തു. യേശുക്രിസ്തു അവൻ സ്നേഹമാണ്. ദൈവം സ്നേഹമത്രേ. ദൈവത്തിൻ്റെ പ്രതിരൂപമായ യേശുക്രിസ്തു തൻ്റെ പുത്രൻ സ്നേഹമത്രേ. അവൻ ദൈവത്തിൻ്റെ ശക്തി അത്രേ. അവൻ ജീവന്റെ വെളിച്ചമത്രേ. അവൻ സത്യമത്രേ. യേശുക്രിസ്തു സംസാരിച്ചപ്പോൾ തൻ്റെ വചനങ്ങൾ കേട്ടവരിൽ വിശ്വാസം ജനിപ്പിക്കുവാൻ ഇടയായി. വിശ്വാസവും ദൈവവചനവും അത് ഒന്നിച്ച് പോകുന്നു. ചിലർ ദൈവാലയങ്ങളിൽ എല്ലാ ആഴ്ചയും കൃത്യമായി പോകാറുണ്ട്. അവിടെ എല്ലാ കാര്യങ്ങളിലും അവർ ഇടപെടുന്നുണ്ട്. ഒരു ഞായറാഴ്ച പോലും അവർ മുടക്കുന്നില്ല. ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്ന് നേരിടുമ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്നാൽ അതിനുത്തരം ലഭിക്കുമെന്നും പ്രശ്നത്തിന് പരിഹാരമുണ്ടെന്നും പോലും അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. എന്നും ദൈവാലയത്തിൽ പോകുന്നവരാണ്. എന്താണെന്നറിയാമോ? അവർക്ക് വിശ്വാസമില്ല. അവർക്ക് ദൈവവചനം അറിയാം, എല്ലാ കാര്യങ്ങളെപ്പറ്റി നന്നായി അവർക്കറിയാം. പക്ഷെ പ്രശ്നം വരുമ്പോൾ അവർ തളർന്നു പോകും. അവിശ്വാസമാണ് അതിന് കാരണം. കർത്താവായ യേശുക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചിട്ടുള്ള വ്യക്തികൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നു പോകില്ല. സങ്കടമുണ്ടാകില്ലെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. അവർ തളർന്നു പോകില്ല. ഒരു ദൈവ പൈതൽ തൻ്റെ പ്രശ്നത്തിൽ ഒരിക്കലും പട്ടുപോകില്ല. പ്രശ്നങ്ങളിൽ താങ്ങുന്ന ഒരു കർത്താവ് അത്രേ നമ്മളുടെ ദൈവം. നാം ഈ കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണോ? ദാവീദ് 16-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. ഈ ദാവീദ് എന്തെല്ലാം പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച ഒരു വ്യക്തിയാണെന്നറിയാമോ? അവൻ്റെ ചെറുപ്പകാലം മുതൽ അവൻ്റെ ജീവിതത്തിൽ മുഴുവൻ പ്രശ്നങ്ങളായിരുന്നു. ദാവീദിൻ്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. അവൻ രാജാവായതിനു ശേഷം പോലും താൻ വളരെ പ്രശ്നങ്ങൾ കൂടെയും കഷ്ടങ്ങൾ കൂടെയും ഒക്കെ കടന്നുപോയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു എന്ന്. അവൻ എൻ്റെ വലത്തു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, നാം കുലുങ്ങിപ്പോകരുത്. നാം ദൈവത്തിൽ വിശ്വസിക്കുക, കർത്താവിൽ പ്രത്യാശിക്കുക. നാം ദൈവവചനത്തിൽ വേരൂന്നി വളരുവാൻ ശ്രമിക്കുക. അത് നമ്മിൽ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ
ഇടയാക്കും. പലർക്കും ദേവാലയത്തിൽ വന്ന് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ സ്ഥലത്തൊക്കെ വന്ന് പാട്ട് കേൾക്കാനൊക്കെ വളരെ ഇഷ്ടമാണ്. പക്ഷെ പ്രസംഗം അല്പം ഒന്ന് നീണ്ടുപോയാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. ആ ദൈവവചനത്തോടുള്ള ആഗ്രഹമില്ലായ്മയത്രേ അത്. വിശ്വാസം ഇല്ലായ്മ. വചനം നാം കേൾക്കും തോറും, ദൈവവചനം നാം പഠിക്കും തോറും, അത് മനസ്സിലാക്കും തോറും നമ്മളുടെ വിശ്വാസത്തിന്റെ അളവ് കൂടി കൂടി വരും. ആത്മീക മനുഷ്യൻ ശക്തിപ്പെടും. അപ്പോൾ ലോകത്തിന്റെ പ്രതിസന്ധികൾ നമ്മെ തളർത്തിക്കളയുകയില്ല. ദൈവത്തിൽ സമയം ചിലവഴിക്കുകയും വചനത്തിൽ സമയം ചിലവഴിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ആത്മീയ മനുഷ്യൻ ശക്തി പ്രാപിക്കുന്നത്. വിശ്വാസത്തിന് ഫലമുണ്ട്. അവിശ്വാസം ദുരന്തമത്രേ കൊണ്ടുവരുന്നത്. ചെറുമകളുടെ രോഗത്തിൻ്റെ വിടുതലിനായി വന്ന ആ സ്ത്രീ, അവൾക്ക് കടുത്ത വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസം കാരണം ദുരാത്മാവ് വ്യാപിച്ച ആ പെൺകുട്ടിക്ക് പരിപൂർണ സൗഖ്യം ലഭിച്ചു. ആ ചെകിടനും വിക്കനുമായ മനുഷ്യൻ പരിപൂർണ സൗഖ്യം പ്രാപിച്ചു വിശ്വാസത്താൽ. നമ്മുടെ വിശ്വാസത്താൽ നമുക്ക് ഏത് ഇരുമ്പ് വാതിലുകളും തുറക്കുവാൻ സാധിക്കും. മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു. നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികൾ എന്തോ ആയിരുന്നോട്ട്, ദൈവ പൈതലെ, നിങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ ഇരിക്കുവാൻ തയ്യാറാണോ? നിങ്ങൾ ജയം പ്രാപിക്കുക തന്നെ ചെയ്യും. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. നമ്മുടെ കർത്താവ് ലോകത്തെ ജയിച്ചവനത്രേ. നമ്മുടെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നമുക്ക് ഇറക്കി വെക്കുവാൻ ഒരു പാദപീഠമുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാദപീഠം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാദപീഠം. വിശ്വാസത്തിൽ ജീവിക്കുന്ന ദൈവ പൈതലിൻ്റെ അടുക്കൽ നിന്ന് ശത്രു ഓടിപ്പോകും. നാം വിശ്വാസത്തിൽ ജീവിച്ചാൽ പാതാളം നമ്മുടെ മുമ്പിൽ വിറയ്ക്കും. വിശ്വാസത്താൽ നടന്നാൽ നമ്മുടെ അവിശ്വാസവും സംശയവും എല്ലാം നീങ്ങിപ്പോകും. നമുക്കെല്ലാവർക്കും അറിയാം, എരിഹോ മതിലിന് ചുറ്റും ദൈവജനം വിശ്വാസത്തോടെ കാഹളമൂതി. അതിനു ചുറ്റും ആർപ്പുവിളിയോടെ ദൈവജനം നീങ്ങി. വിശ്വാസത്തോടെ അത്രേ അവർ ആർപ്പ് വിളിച്ചത്. വിശ്വാസത്തോടെ അത്രേ അവർ കാഹളം ഊതിയത്. അവർക്ക് മുൻപിൽ ഉയർന്നു നിന്ന എരിഹോ മതിൽ ഇതാ താഴെ വീഴുന്നു. സഹോദര സഹോദരി, നിങ്ങളുടെ വിശ്വാസത്താൽ നിങ്ങളുടെ മുന്നിലുള്ള കുന്നുകൾ സമനിലമാകും. വിശ്വസിക്കുമോ? ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ ചെങ്കടൽ രണ്ടായി പിളർന്നു. അസാധ്യ കാര്യമല്ലേ അത്? അത് സാധാരണ സംഭവമല്ല, അതൊരു അത്ഭുതമായിരുന്നു. വിശ്വാസത്താൽ ജനം ചെങ്കടൽ കടന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കടപ്പാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ ഉഴലുന്നവരെ, ചെങ്കടൽ പോലെ നിങ്ങളുടെ മുമ്പിൽ പ്രശ്നങ്ങൾ നിൽക്കുന്നുവെങ്കിൽ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ വരുമോ? ദൈവജനത്തിന് മുൻപിൽ ദൈവം ചെങ്കടലിനെ രണ്ടായി പിളർന്നെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും. എന്നെയും നിങ്ങളെയും ദൈവം പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. തൻ്റെ സ്വന്തം പുത്രനെ യാഗം കഴിക്കുവാൻ തക്കവണ്ണം പിതാവ് നമ്മെ സ്നേഹിച്ചിരിക്കുന്നു. നാം ദൈവത്തിന് വളരെ വിലപ്പെട്ടവരത്രേ. കർത്താവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിപ്പിൻ, രോഗികളെ സൗഖ്യമാക്കുവേൻ, ഭൂതങ്ങളെ പുറത്താക്കുവേൻ. അവൻ അതിന് നമുക്ക് അധികാരവും ശക്തിയും വിശ്വാസവും തന്നിരിക്കുന്നു. നമ്മുടെ ചിന്തകളും വിചാരങ്ങളും ഒക്കെ ചിലപ്പോൾ ദിനം പ്രതി മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ വിചാരങ്ങൾ പലപ്പോഴും ഓരോ ദിവസവും വ്യത്യാസമുള്ളതായിരിക്കും. പക്ഷെ വിശ്വാസം അങ്ങനെയല്ല. വിശ്വാസം
ഉറപ്പുള്ളതത്രേ. ദൈവത്തിലുള്ള ആഴമായ വിശ്വാസത്തിന് ചലനമില്ല, അതിന് ഉറപ്പുണ്ട്. നമ്മുടെ വിശ്വാസത്താൽ നമ്മളുടെ മുമ്പിലുള്ള സകല ചെങ്കടലും വഴിമാറിത്തരും. നമ്മുടെ വിശ്വാസത്താൽ നമ്മുടെ മുൻപിലുള്ള എല്ലാ കുന്നുകളും പർവ്വതങ്ങളും സമഭൂമിയായി തീരും. വിശ്വസിക്കുമോ? 1 യോഹന്നാൻ 5:4 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്ന് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ പരിപൂർണമായി വിശ്വസിക്കുവാൻ തയ്യാറാണോ? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമോ? എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ, അവനുമായി വ്യക്തിപരമായ ഒരു ബന്ധത്തിൽ വന്നിട്ടില്ലെങ്കിൽ, ഇന്ന് ഞാൻ താഴ്മയോടെ ചോദിക്കട്ടെ, നിങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഇഗ്നേ ദ ഹോപ്പ് പ്രയർ ടീം നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തുതിക്കുന്നു. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങൾക്ക് ദൈവവും രാജാവും കർത്താവുമായിരിക്കുന്നതിനാൽ സ്തുതിക്കുന്നു. ദൈവമേ, ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിന് ഹൃദയം കൊടുത്തവരെ, നിന്നിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ അവിടുത്തെ വിടുവിക്കുന്ന കരങ്ങളിൽ വയ്ക്കുന്നു. വിശ്വാസത്താൽ അവർ രോഗസൗഖ്യം പ്രാപിക്കട്ടെ. വിശ്വാസത്താൽ അവർ പ്രതിസന്ധികളിൽ നിന്ന് മോചനം നേടട്ടെ. വിശ്വാസത്താൽ അവർക്കെതിരെ വരുന്ന കൊടുങ്കാറ്റിൽ നിന്നും തിരമാലയിൽ നിന്നും ഒക്കെ അവർ വിടുവിക്കപ്പെടട്ടെ. അവിടുത്തെ സമാധാനം അവർ വിശ്വാസത്താൽ അനുഭവിക്കട്ടെ. സകലമാനവും മഹത്വവും അവിടുന്ന് കർത്താവേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പുത്രൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.